ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു, റൈറ്റ്? യെസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ യൂറോപ്പ്? യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ ഏതാണ് എന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് എല്ലാവരും റെഡിയാക്കി വെക്കുക. ആൻഡ് യൂഷ്വലി പറയുന്ന പോലെ തന്നെ നിയോ ഹോം ട്യൂഷൻ്റെ റെഗുലർ ക്ലാസ്സസ്, അതായത് ലൈവ് സെഷൻസ് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഉഷാറായിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. സോ നമ്മൾ നമ്മുടെ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ആയി തുടങ്ങി. ഓക്കെ, ഇനി അസിയോട്രോപ്സ് എന്നാണ് മിസ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോൾസ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോൾസിൽ ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അസിയോട്രോപ്പ് എന്താണ്? അസിയോട്രോപ്സ് എന്നൊക്കെ എക്സാമിന് സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്നതാണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്നതാണ്. സോ എന്താണ് അസിയോട്രോപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസിയോട്രോപ്സ് വിച്ച് ആർ ബൈനറി മിക്സ്ചേഴ്സ്. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? ബൈ മീൻസ് 2 എന്നാണ്. സോ 2 കോമ്പോണന്റ് ഉള്ള ഒരു മിക്സ്ചർ ആണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രത്യേകത വിച്ച് ഇസ് ഹാവിംഗ് ദ സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ കാണിക്കുന്നവരാണ് എന്തെന്ന് പറയുന്നത്? അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അവർ എന്താ ചെയ്യുക? ദേ വിൽ ബോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താണ്? ദേ വിൽ ബോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദേ cannot be separated. We cannot be separated azeotrope യൂസിങ് നോർമൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ചൂടാക്കുന്നു. സോ അതിന്റെ ബോയിലിംഗ് പോയിന്റ് അനുസരിച്ച് നമുക്ക് അതിനെ ഡിസ്റ്റിൽ ചെയ്തിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം. പക്ഷേ ഇവർ എന്താ ചെയ്യുന്നത്? വേപ്പർ ഫേസിലും അതുപോലെ തന്നെ ലിക്വിഡ് ഫേസിലും ഈ അസിയോട്രോപ്പുകൾക്ക് സെയിം കോമ്പോസിഷൻ ആണ്. സോ ആദ്യം ഇപ്പോൾ രണ്ടുപേർക്കും ഒരേ ടെമ്പറേച്ചറിലാണ് അവർ രണ്ടുപേരും എന്ത് ചെയ്യുക? അവർ വേപ്പർ ഫേസിലോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ പോയിട്ട് മറ്റൊരാളെ കളക്ട് ചെയ്യാം എന്ന് പറ്റില്ല. രണ്ടുപേരും ഒരുമിച്ച് തന്നെ വേപ്പർ ഫേസിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് വഴി അസിയോട്രോപ്പുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി എന്താണ് അസിയോട്രോപ്പ് എന്ന് ചോദിച്ചാൽ എന്താ എഴുതണ്ടേ? വിച്ച് ആർ ബൈനറി മിക്സ്ചേഴ്സ് ഹാവിംഗ് ദ സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ആൻഡ് ദേ വിൽ ബോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. രണ്ടുപേരും ബോയിൽ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് എന്നതും കൂടിയാണ് പ്രത്യേകത. അതാണ് എഴുതേണ്ടതിന് 2 മാർക്കാണ് എൻ്റെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഡെഫിനീഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കതിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ എഴുതാം. ആൻഡ് ഓൾസോ എന്ത് ചെയ്യാം? 2 ടൈപ്പിലുള്ള അസിയോട്രോപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും എന്നിങ്ങനെ 2 തരത്തിലുള്ള അസിയോട്രോപ്പുകളാണ് ഉള്ളത്. ഇതിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കുന്നത് റോൾസ് ലോ ഉണ്ടായിരുന്നല്ലോടാ, ഓർക്കുന്നുണ്ടോ റോൾസ് ലോ? ആ റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ നോർമൽ റോൾസ് ലോ ഗ്രാഫ് വരയ്ക്കുന്നു, ഒന്ന് അതിൻ്റെ മുകളിലൂടെ കർവായിട്ട് കാണിക്കുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ്. അങ്ങനെ റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്പുകളെയാണ് നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. 95% ബൈ വോള്യൂം ഓഫ് എത്തനോൾ. 95% എത്തനോൾ എന്ത് കാണിക്കുന്ന ആളാണ്? ഒരു പോസിറ്റീവ് ഡീവിയേഷൻ റോൾസ് ലോയിൽ നിന്നും കാണിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത് എന്തിന് എക്സാമ്പിളാണ്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിളാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത് നോക്കിക്കേ, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് റോൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ക്ലിയർ? സോ റോൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? നോർമൽ റോൾസ് ലോ ഗ്രാഫിൽ നിന്നും താഴോട്ടേക്ക് കർവായിട്ട് കാണിക്കുന്നതിനാണ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ ഗ്രാഫ്. അങ്ങനെ നെഗറ്റീവ് ഡീവിയേഷൻ റോൾസ് ലോയിൽ നിന്നും കാണിക്കുന്നവരെയാണ് നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? യെസ്. എക്സാമ്പിൾ നോക്കിക്കേ. എ മിക്സ്ചർ ഓഫ് 68% nitric acid and 32% water by mass with a boiling point of 393.5 K. എന്താണ്? 68% നൈട്രിക് ആസിഡിൻ്റെയും 32% വാട്ടറിൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതൊരു എക്സാമ്പിൾ ആണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് വേണ്ടിയിട്ട്. സോ അസിയോട്രോപ്പ് എന്താണ്? എക്സാമ്പിൾ എന്താണ്? എത്ര ടൈപ്പ് ഉണ്ട്? അസിയോട്രോപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. സ്ഥിരമായി എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേടാ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ?
ഓൾറൈറ്റ്. ഇനി ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് 4 തരത്തിലാണുള്ളത്. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതാണെന്ന് ചോദിക്കാം, എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിക്കാം, ഇത് ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാം, അതിൻ്റെ ഇക്വേഷൻസ് ചോദിക്കാം. അതൊക്കെ എന്താണ് ഈ ചാപ്റ്ററിൽ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ് മിസ് പറയാൻ പോകുന്നത്. സോ നോക്കിക്കേ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. എന്താണ് ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രമാത്രം സൊല്യൂട്ട് അതിലോട്ട് ആഡ് ചെയ്തു, ആ ഒരു സൊല്യൂഷനിലോട്ട് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ ആഡ് ചെയ്തത് എന്നതിനെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നതിനെ അനുസരിച്ചാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ എന്ത് സൊല്യൂട്ട് ആഡ് ചെയ്തു, ആ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ ഐഡൻറ്റിറ്റിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. എന്തിന് മാത്രമാണ് ഇമ്പോർട്ടൻസ്? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് വി ഹാവ് ആഡഡ് ഇൻ ടു ദ സൊല്യൂഷൻ. എത്രമാത്രം സൊല്യൂഷനിലോട്ട് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തു അതിൻ്റെ എമൗണ്ടിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അതല്ലാതെ അതിൻ്റെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിക്കും അല്ലാതെ ഏത് സൊല്യൂട്ട് ആഡ് ചെയ്തു എന്നതിനൊന്നും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇനി 4 തരത്തിലാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് മിസ് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് ആദ്യത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തതോ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ മീൻസ് ഇൻക്രീസ്. ഓക്കെ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ മീൻസ് കുറയാ. ഓക്കെ, ഡിക്രീസ് ആണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ് കുറയാ. നാലാമത്തത് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറും ആണ് നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോടാ? ഓക്കെ, ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എത്രമാത്രമാണ് എന്നുള്ളതാണ്. അതല്ലാതെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഓഫ് ദ സൊല്യൂട്ടിന് അവിടെ ഡിപ്പെൻഡൻസ് ഇല്ല. 4 തരത്തിലാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇത് 4ഉമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ ഇത് നോക്കിക്കേടാം. എ എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എ എല്ലാം എന്താണ്? എ എന്ന് പറഞ്ഞാൽ സോൾവെന്റും ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടുമാണ്. അത് ആദ്യം മനസ്സിലുറപ്പിക്കുക. എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ്. സോ എ എന്ന് പറഞ്ഞ ഒരു സോൾവെന്റിലോട്ട് ബി എന്നൊരു സൊല്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്യണം. എന്താണ്? എ എന്ന് പറഞ്ഞ ഒരു സോൾവെന്റിലോട്ട് ബി എന്ന സൊല്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അവിടെ ഓൾറെഡി എക്ക് ഒരു വേപ്പർ പ്രഷർ ഉണ്ടല്ലോ. അതായത് ഇത് ഈ എയിലെ പാർട്ടിക്കിൾസ് വേപ്പേഴ്സ് ആയിട്ട് പോയിട്ട് തിരിച്ച് ഈ എയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ദ വേപ്പർ പ്രഷർ ഓഫ് എ. ഇതിവിടെ എ മാത്രമായതുകൊണ്ട് അത് പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ ആണ്. അതുകൊണ്ട് PA0 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് ബി എന്ന് പറഞ്ഞ ഒരു സൊല്യൂട്ട് ഇത്ര എമൗണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ വേപ്പർ പ്രഷർ നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ആ വേപ്പർ പ്രഷർ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ക്ലിയർ ആണോ? അതായത് എ എന്ന് പറഞ്ഞ സോൾവെന്റിലോട്ട് നമ്മൾ ബി എന്ന് പറഞ്ഞ ഒരു സൊല്യൂട്ട് ഇടുമ്പോൾ ആ എയുടെ വേപ്പർ പ്രഷർ കുറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇനി കൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, അതിന്റെ സൊല്യൂബിലിറ്റി. ഓക്കെ, ആ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കാണേണ്ട ഒരു ഇക്വേഷൻ ആണ് PA0 മൈനസ് PA/PA0. PA0 എന്താ? പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ ആണ്. PA എന്താ? പ്രഷർ ഓഫ് എ ആണ്. ആൻഡ് PA0 എന്താ? അഗെയിൻ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഓർത്ത് വെക്കുക. അധികം ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് ബി. നമ്മൾ മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട്. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട് നമ്മൾ എത്ര സോല്യൂട്ട് ആണ് ഇട്ടിട്ടുള്ളത് അതിന്റെ മോളിക്കുലർ മാസ് കാണാനാണ് നോർമലി ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ തരാറ്. സോ അതിന്റെ ഇക്വേഷൻ ആണ് എങ്ങനെ വന്നു എന്നുള്ളതാണ് മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. കാരണം ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചോദിക്കുക. MB നോക്കിക്കേ, MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് ബി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ
സോല്യൂട്ട് ആണ്. എന്താണ്? സോല്യൂട്ട് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട് ഇൻറ്റു MA, മോളിക്കുലർ മാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ്, ഡിവൈഡഡ് ബൈ WA, വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻറ്റു PA0. PA0 എന്താണ്? PA0 എന്താണ്? പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ ആണ്, ഡിവൈഡഡ് ബൈ PA0 മൈനസ് PA, പ്രഷർ ഓഫ് എ, പ്രഷർ ഓഫ് സോൾവെന്റ്. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലോ? ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക, അതിലുള്ള ടേംസ് എന്താണെന്ന് ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക. സോ മോളിക്കുലർ മാസ് ഓഫ് ബി, മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട് കാണാൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇതിലുള്ള എല്ലാ ടേംസും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. ഇത്രയും വലിയ ഇക്വേഷൻ ആണ് എന്ന് വെച്ച് പഠിക്കാതിരിക്കാതെ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? അതായത് നമ്മൾ എ എന്ന് പറഞ്ഞൊരു സോൾവെന്റിലോട്ട് ബി എന്ന് പറഞ്ഞൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. എന്താണ്? ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അതായത് ഒരു വെള്ളം നമ്മൾ എന്ത് ചെയ്യാണ്? നോർമൽ വാട്ടർ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബോയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിലോട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോൾവെന്റ്, ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം തിളയ്ക്കുന്നത് മേ ബി ഒരു 102 ഡിഗ്രിയിലോ 103 ഡിഗ്രിയിലോ ആയിരിക്കും. അവിടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു ബൈ ആഡിങ് ദ സോല്യൂട്ട്. ഓക്കെ, സോ ആ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഓക്കെ, ഇതെന്താണ്? ചേഞ്ചിങ് ടെമ്പറേച്ചർ. ഓക്കെ, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെയും വരുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ KB എന്ന് പറയുന്നത് എന്താണ്? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. എന്താണ്? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. MB എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും. MB എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട് തന്നെയാണ്. WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ സോല്യൂട്ട് ആണ്. ആൻഡ് ഇൻറ്റു 1000, കാരണം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ സോൾവെന്റും സോല്യൂട്ടും ആണ് 1000 മോളാരിറ്റി ടേമിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 1000 വരുന്നത്. ആൻഡ് ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ആൻഡ് WA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷനും ഒന്ന് പഠിച്ചു വെക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സോ രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ? നമ്മൾ A എന്ന് പറഞ്ഞ സോൾവെന്റിലോട്ട് B എന്ന് പറഞ്ഞ സോല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സോല്യൂട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു, എലിവേഷൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞത് എന്താണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു, എത്ര ടൈപ്പ് ഓഫ് അസിയോട്രോപ്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. അതായത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. ആൻഡ് എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു? 4 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു, അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾ റൈറ്റ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യെസ്, ഏതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നദി എന്നുള്ളതായിരുന്നു അല്ലെ? സോ യൂറോപ്പിലെ ഏറ്റവും വലിയ നദി വോൾഗയാണടാ. ഏതാണ്? വോൾഗ. സോ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട, നമുക്ക് ഡെയിലി എന്തുണ്ട്? ലൈവ് സെഷൻസ് ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക? ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് എവ്രി വൺ. ബൈ ബൈ.